ഹായ് ഹലോ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഓക്കെ, എന്താണെന്നല്ലേ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ലിൻറ്റോ, സാധാരണ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റ് വരുത്തുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും വരുത്തുന്ന കോമൺ ആയിട്ട് വരുത്തുന്ന ഒത്തിരി ഗ്രമാറ്റിക്കൽ എറേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തെറ്റുകൾ വരുത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അത് വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലും നിരന്തരം തെറ്റ് വരുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിരന്തരം തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ചില സെൻറ്റൻസസ് ഉണ്ട്. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ കൂടെ നമ്മൾ പഠിച്ചു വെച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അത് നമ്മളെ കുറേയും കൂടി ഹെൽപ്പ് ചെയ്യും അത്തരം മിസ്റ്റേക്സുകൾ മുൻപോട്ട് വരുത്താതിരിക്കാനായിട്ട്. ഓൾറൈറ്റ്, അപ്പം അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന തെറ്റുകൾ വരുത്തുന്ന 10 സെൻറ്റൻസസും അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള സെൻറ്റൻസസുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള സെൻറ്റൻസാണ്, മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സ് ആണ്, പക്ഷെ അതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ പഠിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള 10 സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അതിനുശേഷം മുൻപോട്ട് നമ്മുടെ മറ്റ് തെറ്റുകളും നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ മിസ്റ്റേക്കിലേക്ക് പോകാം. നമ്മൾ സാധാരണ പറയും, അവളൊരു ഡെന്റിസ്റ്റിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഓക്കെ, അവളൊരു ഡെന്റിസ്റ്റിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ കാണാറുള്ളത് ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡെന്റിസ്റ്റ്. ഓക്കെ, ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡെന്റിസ്റ്റ് എന്നാണ് സാധാരണ പറയാറുള്ളത്. ഓക്കെ, അവളൊരു ഡെന്റിസ്റ്റിനെ വിവാഹം കഴിച്ചു, ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡെന്റിസ്റ്റ്. ഓക്കെ, പക്ഷെ ശരിയായിട്ടുള്ള സെൻറ്റൻസ് അല്ലെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ പറയേണ്ടത് ഷീ ഈസ് മാരീഡ് വിത്ത് എ ഡെന്റിസ്റ്റ് എന്നല്ല, ഷീ ഈസ് മാരീഡ് ടു എ ഡെന്റിസ്റ്റ് എന്നാണ്. ഇങ്ങനെ പറയേണ്ടത്, ഷീ ഈസ് മാരീഡ് ടു എ ഡെന്റിസ്റ്റ്. ഓക്കെ, ഷീ ഈസ് മാരീഡ് ടു എ പോലീസ്മാൻ. ഓക്കെ, ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ. ഓക്കെ, അപ്പോൾ വിത്ത് അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, പകരം എന്താ ഉപയോഗിക്കേണ്ടത്, ടു എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയേണ്ടത്, ഷീ ഈസ് മാരീഡ് ടു എ ഡെന്റിസ്റ്റ്. ഓക്കെ, ഷീ ഈസ് മാരീഡ് ടു എ ഡെന്റിസ്റ്റ്. ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോകാം. എല്ലാ കുട്ടികൾക്കും ടീച്ചറെ ഇഷ്ടമാണ്. ഓക്കെ, എല്ലാ കുട്ടികൾക്കും ടീച്ചർ ഇഷ്ടമാണ്, അല്ലെ? സ്കൂൾസിലൊക്കെ ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്. ഓക്കെ, എല്ലാ കുട്ടികൾക്കും ആ ടീച്ചർ ഇഷ്ടമാണ് എന്ന് പറയും, അല്ലെങ്കിൽ ചില പാരൻസ് പറയും എല്ലാ കുട്ടികൾക്കും ആ ടീച്ചർ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതുപോലെയാണ്, എവ്രി സ്റ്റുഡൻസ് ലൈക്ക് ദ ടീച്ചർ. ഓക്കെ, എവ്രി സ്റ്റുഡൻസ് ലൈക്ക് ദ ടീച്ചർ എന്നാണ് കേട്ടിട്ടുള്ളത്. എല്ലാ കുട്ടികളും എന്ന് പറയണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതിൻ്റെ ഒരു പ്ലൂറൽ ഫോം വേണം. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് അങ്ങ് ആഡ് ചെയ്യും. ഓക്കെ, എവരി സ്റ്റുഡൻസ് ലൈക്ക് ദ ടീച്ചർ. പക്ഷേ ഇത് ശരിക്കും പറയേണ്ടത് എവ്രി സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ടീച്ചർ എന്നാണ്. എവ്രി സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ടീച്ചർ. ഓക്കെ, അപ്പോൾ കുട്ടികൾ എന്നുള്ളതിന് പകരം ഓരോ കുട്ടിയും. ഓക്കെ, ഓരോ കുട്ടിയും. എവ്രി സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ടീച്ചർ. ഓക്കെ, എവ്രി എന്നുള്ളതിൻ്റെ കൂടെ എപ്പോഴും ഒരു സിംഗുലർ ഫോർമാറ്റിലാണ് നമ്മൾ പോവുക. ഓക്കെ, സിംഗുലർ ആണ് അതിനെ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എവ്രി സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ടീച്ചർ. ഓക്കെ, എവ്രി സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ടീച്ചർ. ഇനി എല്ലാ പാരൻസിനും ടീച്ചറിന് ഇഷ്ടമാണ്. എവ്രി പാരൻറ്റ് ലൈക്സ് ദ ടീച്ചർ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എവ്രി സ്റ്റുഡൻസ് ലൈക്ക് ദ ടീച്ചർ എന്നല്ല പറയേണ്ടത്, എവ്രി സ്റ്റുഡൻറ്റ് ലൈക്സ് ദ ടീച്ചർ എന്ന് വേണം പറയാനായിട്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഞാൻ ആ സിനിമ ഒത്തിരി ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ആ സിനിമ വളരെയധികം എൻജോയ് ചെയ്തു. ഓക്കെ, ഞാൻ ആ സിനിമ വളരെയധികം എൻജോയ് ചെയ്തു, ആ സിനിമയിൽ നിന്ന് എൻജോയ് ചെയ്തു എന്നൊക്കെ പറയും. ഇന്നാൾ ഞാനൊരു സുഹൃത്ത് പറയുന്നത് കേട്ടതാണ്, ഐ എൻജോയ്ഡ് ഫ്രം ദ മൂവി എന്ന് പറഞ്ഞ അദ്ദേഹം. ഓക്കെ, ഐ എൻജോയ്ഡ് ഫ്രം ദ മൂവി. ഈ സെയിം മിസ്റ്റേക്ക് ഞാൻ മറ്റുള്ളവരും വരുത്തുന്നത് കണ്ടിട്ടുണ്ട്. ഐ എൻജോയ്ഡ് ഫ്രം ദ മൂവി എന്നല്ല പറയേണ്ടത്, ഐ എൻജോയ്ഡ് ദ മൂവി എന്നാണ് പറയേണ്ടത്. ഇങ്ങനെ പറയേണ്ടത്, ഐ എൻജോയ്ഡ് ദ മൂവി. ഓക്കെ, അപ്പോൾ ഫ്രം ദ മൂവി, സിനിമയിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു എന്നൊന്നും അങ്ങനെയൊക്കെ വലിച്ചു നീട്ടി പറയേണ്ട കാര്യമില്ല. ഐ എൻജോയ്ഡ് ദ മൂവി. ഓക്കെ, ഞാൻ ആ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഐ എൻജോയ്ഡ് ദ മൂവി. ഐ ലൈക്ക് വെരി മച്ച് ഐസ്ക്രീം. ഓക്കെ, ഐ ലൈക്ക് ഐസ്ക്രീം വെരി മച്ച്. ഇതാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസ് കേട്ടോ. എനിക്ക് ഐസ്ക്രീം ഭയങ്കര ജീവനാണ്, വലിയ ഇഷ്ടമാണ് എന്ന് പറയുന്നതാണ്. അപ്പം ഇതും ഞാൻ അടുത്ത് തന്നെ കേട്ടൊരു സെൻറ്റൻസാണ്. ഐ ലൈക്ക് വെരി മച്ച് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടെ കറക്റ്റ് ചെയ്തു. അങ്ങനെയല്ല കേട്ടോ പറയാം, ഐ ലൈക്ക് ഐസ്ക്രീം വെരി മച്ച് എന്നാണ് പറയേണ്ടത് എന്ന് തിരുത്തി കൊടുത്തു. അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടെ ഇത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓൾറൈറ്റ്, നമ്മൾ തുടക്കത്തിൽ ഇത്തരം മിസ്റ്റേക്സുകൾ, ചെറിയ തെറ്റുകളൊക്കെ വരുത്തുന്നത് വളരെ സ്വാഭാവികമാണ്.
പക്ഷെ നമ്മൾ ഒന്ന് കെയർഫുൾ ആവാൻ വേണ്ടിയിട്ട് പറയാണ്. നമുക്ക് എങ്ങനെ പറയണ്ടേ? ഐ ലൈക്ക് ഐസ്ക്രീം വെരി മച്ച്. ഓക്കെ, എങ്ങനെ പറയാം? ഐ ലൈക്ക് ഐസ്ക്രീം വെരി മച്ച്. ഇനി ചില സമയങ്ങളിൽ നമ്മൾ ചില മീറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞ് എണീക്കാൻ നേരം നമ്മൾ പറയും, ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് കരുതുന്നു എന്നൊക്കെ പറയും. അതിന് നമ്മൾ സാധാരണഗതിയിൽ ഫോർമലായിട്ടൊരു സെൻറ്റൻസ് ഉപയോഗിക്കും. ഓക്കെ, എന്താ അത്? ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു. ഓക്കെ, സാധാരണ നമ്മൾ പറയണം, ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം, ഇനിയും കാണാം, മുന്നോട്ട് ഇനിയും കാണാം എന്ന് വിചാരിക്കണം. സാധാരണ ഒരു ബിസിനസ് ഡീലൊക്കെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേക്കാണ് നമ്മൾ പറയാം, ഇനി മുന്നോട്ട് ഇനിയും കാണാം എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെ? ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു. കോമൺ ആയിട്ട് ഒത്തിരി പേര് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് അത്. ഓക്കെ, ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും അങ്ങനെയല്ല അത് പറയേണ്ടത്. അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഇതാണ്, ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഓക്കെ, ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്ന് വേണം പറയാനായിട്ട്. എങ്ങനെയാണ് പറയേണ്ടത്? ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയോ കേട്ടോ. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഓക്കെ, പിന്നെ ഒരിക്കലും പറയരുത് ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു എന്ന്. ഇൻസ്റ്റഡ് പറയേണ്ടത് ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്നാണ്. ചില സമയങ്ങളിൽ നമ്മൾ വിദേശത്ത് അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിര ആളുകളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ എവിടെയാണ് നമുക്കൊരു കോഫി ഷോപ്പ് കാണാൻ പറ്റുക, ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടാകുക എന്നൊക്കെ ചോദിക്കും അല്ലേ. സാധാരണഗതിയിൽ ആളുകൾ ചോദിക്കാറുള്ളത്, ഞാൻ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ചോദ്യം ഇങ്ങനെയാണ്, വേർ ഐ ക്യാൻ ഫൈൻഡ് എ കോഫി ഷോപ്പ്. ഓക്കെ, വേർ ഐ ക്യാൻ ഫൈൻഡ് എ കോഫി ഷോപ്പ്. എവിടെയാണ് എനിക്കൊരു കോഫി ഷോപ്പ് കണ്ടെത്താൻ സാധിക്കുക, എവിടെയാണ് ഒരു കോഫി ഷോപ്പ് ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ വേർ ഐ ക്യാൻ ഫൈൻഡ് എ കോഫി ഷോപ്പ്. ശരിക്കും അത് തെറ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, വേർ ക്യാൻ ഐ ഫൈൻഡ് എ കോഫി ഷോപ്പ്. ഓക്കെ, എങ്ങനെ ചോദിക്കേണ്ടേ? വേർ ക്യാൻ ഐ ഫൈൻഡ് എ കോഫി ഷോപ്പ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ചോദിച്ചു, വേർ ക്യാൻ ഐ ഫൈൻഡ് എ കോഫി ഷോപ്പ്. ഓക്കെ, അല്ലാതെ വേർ ഐ ക്യാൻ ഫൈൻഡ് എ കോഫി ഷോപ്പ് എന്നല്ല ഉപയോഗിക്കേണ്ടത്. പകരം വേർ ക്യാൻ ഐ ഫൈൻഡ് എ കോഫി ഷോപ്പ് എന്നാണ് ചോദിക്കേണ്ടത്. ഇനി മറ്റൊരു തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്, ഞാൻ എത്തുമ്പോൾ നിന്നെ വിളിക്കാം. ഞാൻ എത്തുമ്പോൾ നിന്നെ വിളിക്കാം. ഓക്കെ, അപ്പോൾ അത് രണ്ടൊരു ഫ്യൂച്ചറിലുള്ള കാര്യമാണ് അല്ലേ. ഞാൻ എത്തുമ്പോൾ നിന്നെ വിളിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല, ഞാൻ എത്തുന്ന സമയത്ത് നിന്നെ വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഈ രണ്ട് സെൻറ്റൻസ് എപ്പോഴും ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നത് ഞാൻ കാണാനുണ്ട്. സാധാരണ അവർ പറയാറുള്ളത് ഇങ്ങനെയാണ്, വെൻ ഐ വിൽ അറൈവ് ഐ വിൽ കോൾ യു. ഓക്കെ, വെൻ ഐ വിൽ അറൈവ് ഐ വിൽ കോൾ യു. ഓക്കെ, ഇങ്ങനെ പറയാറ്, when I will arrive, I will call you. അത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. അത് പറയേണ്ടത് ഇങ്ങനെയാണ്, when I arrive, I'll call you. Okay, when I arrive, I'll call you. Okay, when I arrive, I will call you. Okay, അപ്പോൾ ആദ്യം അവിടെ ഒരു ഫ്യൂച്ചർ ടെൻസ്, ഒരു വിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. when I will arrive എന്ന് പറയേണ്ട കാര്യമില്ല. പകരം നമ്മൾ എന്താ പറയേണ്ടത്? when I arrive, ഞാനിവിടെ എത്തുമ്പോൾ, I will call you, ഞാൻ നിന്നെ വിളിക്കാം. Okay, when I arrive, I will call you. അവൾ എന്നെ കേൾക്കണില്ല, അല്ലെങ്കിൽ അവൾ എന്നെ ശ്രദ്ധിക്കണില്ല, ഞാൻ പറയണതൊന്നും അവൾ അനുസരിക്കണില്ല എന്നൊക്കെ പറയും അല്ലേ. സാധാരണഗതിയിൽ നമ്മൾ പറയാം, ഷി ഡസൻ ലിസൺ മീ. ഓക്കെ, ഷി ഡസൻ ലിസൺ മീ. അവൾ എന്നെ കേൾക്കണില്ല, ഷി ഡസൻ ലിസൺ മീ. അവൾ ഞാൻ പറഞ്ഞൊന്നും അനുസരിക്കണില്ല, ഷി ഡസൻ ലിസൺ മീ. ഓക്കെ, സാധാരണ ഞാൻ ഈ പരാതി ഒത്തിരി തവണ കേൾക്കാറുണ്ട്, ഷി ഡസൻ ലിസൺ മീ എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും ഷി ഡസൻ ലിസൺ മീ എന്നല്ല പറയേണ്ടത്, ഷി ഡസൻ ലിസൺ ടു മീ. ഓക്കെ, ഷി ഡസൻ ലിസൺ ടു മീ. ഓക്കെ, ഞാൻ പറയണതൊന്നും അവള് കേൾക്കണില്ല, ഷി ഡസൻ ലിസൺ ടു മീ. ഓക്കെ, ഓക്കെ, അപ്പൊ എന്താ ഉപയോഗിക്കേണ്ടത്? ടു മീ എന്ന് ഉപയോഗിക്കണം, ഷി ഡസൻ ലിസൺ ടു മീ. ഓക്കെ, പിന്നെ ഒരിക്കലും ആ മിസ്റ്റേക്ക് വരുത്തരുത്, ഷി ഡസൻ ലിസൺ മീ എന്നല്ല പറയേണ്ടത്, ഷി ഡസൻ ലിസൺ ടു മീ എന്ന് വേണം പറയാനായിട്ട്. ഇനി മറ്റൊന്നാണ്, പോലീസ് വരുന്നുണ്ട്. പോലീസ് വരുന്നുണ്ട്. ഓക്കെ, പോലീസ് വരുന്നുണ്ടെന്ന് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയാം, ദ പോലീസ് ഇസ് കമ്മിങ് എന്ന് പറയും. ദ പോലീസ് ഇസ് കമ്മിങ്, പോലീസുകാർ വരുന്നുണ്ട്. ദ പോലീസ് ഇസ് കമ്മിങ് എന്ന് പറയും. ഓക്കെ, ദ പോലീസ് ഇസ് കമ്മിങ് എന്ന് പറയുന്ന സെന്റൻസ് തെറ്റാണ്. ശരിയായിട്ടുള്ള സെന്റൻസ് ഇതാണ്, ദ പോലീസ് ആർ കമ്മിങ്. ഓക്കെ, ദ പോലീസ് ആർ കമ്മിങ്. ഓക്കെ, ഇപ്പോൾ പോലീസുകാർ വരുന്നുണ്ട്, പോലീസ് വരുന്നുണ്ട് എന്ന് പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഗ്രൂപ്പിനെയാണ് നമ്മൾ വിളിക്കുക അല്ലേ. 1, 2, 3, 4 അല്ലെങ്കിൽ 10, 15 ഗ്രൂപ്പ് അടങ്ങിയ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ പോലീസ് എന്നുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ പറയാം, ദ പോലീസ് ആർ കമ്മിങ് എന്നാണ് പറയുക. ഓക്കെ, പ്ലൂറൽ ഉപയോഗിക്കണം, ദ പോലീസ് ആർ കമ്മിങ്. ഓക്കെ, അപ്പം ഇനി ഒരിക്കലും ദ പോലീസ് ഇസ് കമ്മിങ് എന്ന് ഉപയോഗിക്കരുത്, ഫലം ഉപയോഗിച്ചേക്കണം, ദ പോലീസ് ആർ കമ്മിങ്. ഓക്കെ, ദ പോലീസ് ആർ കമ്മിങ്. ഞാനാരും കണ്ടില്ല എന്ന് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. സാധാരണ ആരും കണ്ടില്ല എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നോ ബഡി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കും. ഓക്കെ, ഐ ഡിഡ്ന്റ് മീറ്റ്
nobody. Okay, ഞാൻ ആരെയും മീറ്റ് ചെയ്തില്ല, ഞാൻ ആരെയും കണ്ടില്ല. I didn't meet nobody. Okay, അപ്പോൾ അവിടെ നമ്മൾ nobody എന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ പകരം പറയേണ്ടത് I didn't meet anybody. ഞാൻ ആരെയും കണ്ടില്ല എന്നാണ് നമ്മൾ പറയാം. ഇങ്ങനെ പറയണ്ടേ, I didn't meet anybody. Okay, അപ്പോൾ ഒരിക്കലും I didn't meet nobody എന്ന് പറയരുത്. പകരം പറയേണ്ടത് I didn't meet anybody എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കണം. നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന ചില എറേഴ്സ്, ഓക്കെ, ഇതിൽ ചിലത് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളതായിരിക്കും, ചിലത് നിങ്ങൾക്ക് പുതിയതായിരിക്കും. ഇതുപോലെ ഇനിയും വീഡിയോസ് നമ്മൾ ചെയ്യും. നമ്മുടെ തെറ്റുകളൊക്കെ പതുക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും. ഏറ്റവും നല്ല സെൻറ്റൻസസ് നമ്മൾ സംസാരിച്ച് തുടങ്ങും. ഇനി നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, ആക്സെൻ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള പേരിൽ നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തരാനായിട്ട്. ഓൾറൈറ്റ്, അപ്പം ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും അതിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങളെല്ലാം സബ്സ്ക്രൈബും ചെയ്യണം. ഓൾറൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് 2 പ്ലാറ്റ്ഫോമിൽ നിന്ന്, നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോംസ് ആണ്, ഈ 2 പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം, ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ബന്ധുമിത്രാദികളിലൊക്കെ ആയിട്ടുള്ള ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഓഡിയോ കോളിൽ കൂടിയും വീഡിയോ കോളിൽ കൂടിയും ലൈവ് സെഷൻസ് ചെയ്ത് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. Until then, it's bye from Linto.